ഗമശുഭ ഈയിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു ഇഫ ചിക്കൻ. അപ്പം നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി 1 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വരഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഉപ്പ്, പിന്നെ മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ തൈര്, ഒരിച്ചിരി വിനാഗിരി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയ ശേഷം മസാല പിടിക്കാനായി ഒരു 1-2 മണിക്കൂർ അടിച്ച് മാറ്റിവെക്കുക. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് വറക്കാനുള്ള പരിപാടി നോക്കാം. അതിനായി അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു ഫ്രൈങ് പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഓരോന്നായി വറക്കാനായിട്ട് ഇട്ടുക. എന്നിട്ടിത് ഇനി നന്നായിട്ട് മുരിഞ്ഞു വരണം. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള സോസ് റെഡിയാക്കാം. അതിനായി ഒരു മിക്സി എടുത്ത് അതിലേക്ക് ക്രീമാണ് ഒഴിക്കേണ്ടത്. ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽ ഒഴിക്കുന്നു. അതിലേക്ക് പാലും, പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും, 2 വെളുത്തുള്ളിയും, പിന്നെ 2 സ്ലൈസ് ചീസും കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുക. ഇടയ്ക്ക് ചിക്കൻ തിരിച്ചും മറിച്ചും ഇടണം. ഇനി ചിക്കൻ എല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സോസ് അതിലേക്ക് ഒഴിച്ച് 5 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ അടിപൊളി ഇഫ ചിക്കൻ റെഡി. ഞാൻ ക്രീമിന് പേര് പാലെടുത്തുകൊണ്ട് തന്നെ തിക്നെസ് കുറച്ച് കുറവാണ്, പക്ഷേ ഇരിക്കും തോറും തിക്കായി വരും. ഞാൻ ഇതിന് കോംബോ ആയിട്ട് കുബൂസാണ് ഉപയോഗിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം അത്രേ ഉള്ളൂ.